ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. മാസങ്ങൾ മുന്നേ എടുത്തൊരു ഇൻട്രോ ആണത്. വേറൊരു വീഡിയോയുടെ ഇൻട്രോ കൂടിയാണ്. ഈ വീഡിയോയും കുറേ നാൾ മുന്നേ എടുത്തു വച്ചേക്കുന്നതാണ്. സോ സം ഓഫ് യു ഓൾറെഡി മൈറ്റ് നോ, അജയ് ചേട്ടൻ ആൻഡ് എമി ഗോട്ട് മാരിഡ് എ ഫ്യൂ മന്ത്സ് അഗോ. ആൻഡ് അതിൻ്റെ കല്യാണത്തിൻ്റെയും സംഗീതിൻ്റെയും ഹൽദിയുടെ ഒക്കെ വ്ളോഗ്സ് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ടായി. അതിന് കുറച്ച് നാൾ മുന്നേ ഞാനൊരു ചെറിയ ഹൽദി ഡ്രസ് ഷോപ്പിംഗ് വ്ളോഗ് പോലൊരു അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നുവെങ്കിലും അത് വാവന്മാർ കംപ്ലീറ്റ്ലി ഹൈജാക്ക് ചെയ്ത് അതൊരു ക്യൂട്ട്നെസ് ഓവർലോഡഡ് കുഞ്ഞുവാവന്മാരുടെ വീഡിയോ ആയിരുന്നു. അപ്പോൾ ഹൽദി ഡ്രസ് ഷോപ്പിംഗ് ഫോക്കസ് ചെയ്ത് തന്നെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ആ വീഡിയോ ആണ് ഇത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ ഹൽദിയുടെ ഒരു ചെറിയ ട്രെയിലർ കണ്ടിട്ട് വന്നാലോ? കല്യാണത്തിന്റെ ആദ്യത്തെ പരിപാടി ഇന്ന് നമ്മൾ കുറച്ച് കളറായി തുടങ്ങാൻ പോവാണ്. ഒരു ഗോർജസ് അമ്മമ്മോള് പോകുന്നുണ്ടല്ലേ. ഹലോ, ഒരു ഹായ് തരുമോ? ഞങ്ങളുണ്ടല്ലോ ഹൽദിക്ക് ഡ്രസ്സ് നോക്കാൻ വേണ്ടി വന്നാണ്. ഇത് പരാഗ് ഫാഷൻ, രാധാകൃഷ്ണാസിൽ എറണാകുളത്ത് പോകുന്നവർക്ക് അറിയാം. നിങ്ങൾ റൂട്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ആണെന്നാണ് പരാഗ് ഫാഷൻ. എന്താ ഞങ്ങളിപ്പോൾ ഇവിടെ പരാഗ് ഫാഷനിൽ വന്നതാണ് കേട്ടോ. ഈ പരാഗ് ഫാഷനിൽ ഞങ്ങൾ വന്നതാണ്. പരാഗ് ഫാഷനിൽ വന്നപ്പോൾ നമുക്ക് വിചാരിച്ച കളറിൽ സാധനം കിട്ടുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മളിവിടെ നിന്ന് ശാന്തി ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള ഹൗസ് ഓഫ് കെമ്പിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇതാണ് ദ വെരി ഫേമസ് ശാന്തി ഹോസ്പിറ്റൽ ആൻഡ് ഇതാണ് അതിന് ഓപ്പോസിറ്റുള്ള ഹൗസ് ഓഫ് കെം ആൻഡ് വി ആർ അപ്രോച്ചിങ്. ഹൗസ് ഓഫ് കെമ്പിൽ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ടായി, പക്ഷേ ഈ കറക്റ്റ് കളർ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. സോ ഞങ്ങൾ ഹൽദിക്കുള്ള ഡ്രസ്സ് നോക്കാൻ പോവേണ്ട. ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു ഒന്ന് ഡ്രസ്സ് നോക്കാൻ. ഞങ്ങളിപ്പോൾ ഇഹാ ഡിസൈൻസ് പോവാണ്. വളരെ ലൈറ്റായിട്ടുള്ളൊരു യെല്ലോ ആണ് നമ്മുടെ കളർ തീം. എന്തൊക്കെ കളേഴ്സ് പറ്റുമോ എന്തൊക്കെ കളേഴ്സ് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒരു PDF ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു എമ്മി അജയിച്ചേട്ടനും കൂടി. നമ്മുടെ കളർ എന്ന് പറയുന്നത് ഇസ് പേസ്റ്റൽ യെല്ലോ. നമ്മുടെ അടുത്ത് കുക്കുനേനും ശ്രീകുണ്ടേനും പിന്നെ വേറെ പല ഹൽദികൾക്കും ഇട്ട ബ്രൈറ്റ് യെല്ലോയും അതിൻ്റെ കൂടെ ഉള്ള പിങ്ക്, റെഡ്, ബ്ലൂ, ഗ്രീൻ എന്നുള്ള കോമ്പിനേഷൻസ് ഒക്കെ കയ്യിലുണ്ട്. പക്ഷേ നമ്മുടെ തീം, നമ്മുടെ ഇപ്പോഴത്തെ ഡ്രസ് കോഡ് പേസ്റ്റൽ യെല്ലോ ആയതുകൊണ്ട് നമുക്ക് വേറെ എടുക്കണം. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് വേറെ എടുക്കണമല്ലോ. സോ മീ, നന്ദ, കുക്കു ആൻഡ് കിങ്ങിണി ഡിസൈഡഡ് ദാറ്റ് വീൽ ഓൾ ഗെറ്റ് ദ സെയിം തിങ്. സോ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഒരുമിച്ച് ഒരേപോലെയൊക്കെ ഡ്രസ്സൊക്കെ ചെയ്യാൻ. ഞങ്ങൾ ആദ്യം ലുലുവിലും ഇഹാ ഡിസൈൻസിലൊക്കെ പോയി റെഡിമെയ്ഡ് നമുക്ക് 4 കിട്ടുമെന്ന് നോക്കിയിരുന്നു. പക്ഷെ ഒരേപോലത്തെ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല, ഈ കളറിൽ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ വിചാരിച്ചു ഓക്കെ, മേ ബി കുറച്ചുകൂടെ എക്കണോമിക്കലായിരിക്കും നമ്മൾ മെറ്റീരിയൽ എടുത്ത് തയ്ച്ചാന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ നല്ല മെറ്റീരിയൽ നോക്കി ഗുഡ്വില്ല് വന്നത്. ഗുഡ്വിൽ ഹാസ് സച്ച് എ വണ്ടർഫുൾ കളക്ഷൻ. എന്നിട്ട് അവിടെ ചെന്നപ്പോൾ അവിടെ പുറത്തൊക്കെ വെച്ചേക്കുന്നത് മോസ്റ്റ്ലി ലൈനിങ്ങിൻ്റെ മെറ്റീരിയൽസൊക്കെയാണ് കേട്ടോ. എന്നിട്ട് പിള്ളേരിത് മുഴുവൻ നടന്നിട്ട് ഇതാണോ നമുക്ക് വേണ്ട യെല്ലോ, ഇതെടുത്താലോ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഫുൾ ഇങ്ങനെ നോക്കി നടക്കലതൊക്കെ ആയിരുന്നു കേട്ടോ. കുറേ നേരത്തെ ഞങ്ങളുടെ തെരച്ചിലിന് ശേഷം ഞങ്ങൾക്ക് 2 മെറ്റീരിയൽ കുഴപ്പമില്ല തോന്നി. ഒരെണ്ണം അതിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായി. അത് കഴിഞ്ഞ് ഞാനും കിങ്ങിണി ചേച്ചിയും എൻ്റെ അമ്മച്ചിയും പിള്ളേരും കൂടിയാണ് പോയത്. കുക്കു ചേച്ചിയും സന്ധ്യലമ്മയും ഹോസ്പിറ്റലിൽ പോയേക്കായിരുന്നു. അപ്പോൾ അവരത് കഴിഞ്ഞിട്ട് ആ വഴിയായിരുന്നു വരുന്നത്. അപ്പോൾ എങ്കിൽ ശരി അവരും കൂടെ വന്ന് കണ്ടിട്ട് നമുക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. ആ വെയിറ്റ് ചെയ്ത സമയം ഇനി ഗുഡ്വില്ല് നടക്കാനൊന്നുമില്ല. അത്രയും പിള്ളേർ ഗുഡ്വില്ല് മറിച്ചിട്ടുണ്ടായിരുന്നു. അക്കും അവനെയും തന്നെ മതി അവിടെ ഫുൾ മറിച്ചിടാൻ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ധ്വനിയും കൂടെ വന്നു. ധ്വനി വന്നപ്പോൾ പിന്നെ പറയേ വേണ്ട, ഒരു 3 പേരും കൂടി ഫുള്ളൊരു മേളമായിരുന്നു അവിടെ. പക്ഷെ ദെൻ എനിക്ക് ഒരുപാട് നേരം ഇവരുടെ കൂടെ എപ്പോഴും സ്പെൻഡ് ചെയ്യാൻ കിട്ടാത്തത് കാരണം ഐ വാസ് എൻജോയിങ് എവറി ബിറ്റ് ഓഫ് ഇറ്റ്. ഗുഡ്വില്ല് ആൾക്കാർ എന്തായിരിക്കും അതിന് പറയുന്നതെന്ന് എനിക്കറിയില്ല.
അപ്പോൾ കമ്മിങ് ബാക്ക് ടു ഞങ്ങളുടെ ഡ്രസ്സിൻ്റെ കഥ. ഇതായിരുന്നു ഞങ്ങൾ പ്രയോറിറ്റി 1 കൊടുത്തിരുന്ന മെറ്റീരിയൽ കേട്ടോ. ഡ്രസ്സ് സെറ്റ് ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പായി ഞങ്ങൾ ChatGPTയിൽ ഇങ്ങനത്തെ കുറച്ച് ഐഡിയാസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ തന്നെ ഒരു വെർട്ടിക്കൽ ലൈൻസ് വരുന്ന മെറ്റീരിയൽ വേണമെന്ന് ഫോർ സം റീസൺ ഉണ്ടായിരുന്നു. സോ ദാറ്റ് ഓൾ ഓഫ് us ലുക്ക് ടോളർ ആൻഡ് എല്ലാവർക്കും പല പല ഡിസൈനിൽ ചെയ്യാമെന്നായിരുന്നു ആദ്യത്തെ ഒരു ഐഡിയ. അത് കഴിഞ്ഞ് ഇവൻച്വലി ഞങ്ങൾക്ക് മെറ്റീരിയൽ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ 4 പേരും ഒരേപോലെ അടിക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾക്ക് ആ ഒരു മെറ്റീരിയൽ ഇഷ്ടമായി, പക്ഷെ എൻ്റെ ലൈനിങ് കിട്ടുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ ഗുഡ് വില്ല എല്ലാ സ്റ്റാഫും 2 മണിക്കൂറോളം ഫുൾ തപ്പി ലാസ്റ്റ് നമുക്ക് ലൈനിങ് കിട്ടി സെറ്റ് ചെയ്തു. തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് കറക്റ്റ് കേട്ടോ. ഷോള് തന്നെ എടുക്കാലോ. ഇതന്നെ പോരെ? നല്ലത് പച്ചയാണ്. ഇത് പള്ളേ ഇത് മതി ഷാള്. കുറച്ച് തിന്ന് മതി ഷോള്. ഇത് മതി ഷാൾ. ഇത് പാന്റ്. ഇത് ബാക്ക് സൈഡ്. ഇതുണ്ടാവോ ഷാള്? 4 പേർക്ക് 8 മീറ്റർ ഉണ്ടാവും. നമ്മൾക്ക് ബാക്കിന്റെ ഇത് തന്നെ ആയിരിക്കണം ഷോള് ഇടണത്. അത് പിന്നെ വേറെ കളറാവും. വേണ്ട. അപ്പൊ മമ്മി പറയണ ഞങ്ങൾ ഈ വളരെ റെയറായിട്ടുള്ള കളറിൽ ഒരു ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ കണ്ടുപിടിച്ചപ്പോൾ അതാകെ 8.5 മീറ്ററേ ഉള്ളൂ. ഞങ്ങൾ 4 പേരും പിന്നെ ഒരു കുഞ്ഞുവാവയ്ക്കും വേണ്ടി ഡ്രസ്സ് എടുക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ടോപ്പിൻ്റെ ഫ്രണ്ട് മാത്രം ഈ മെറ്റീരിയലിൽ നിന്നും, ബാക്ക് വേറെ മെറ്റീരിയൽ, പാൻറ്റ് വേറെ മെറ്റീരിയൽ, ഷോള് വേറെ മെറ്റീരിയൽ, ഇതിനെല്ലാത്തിനും ലൈനിങ് വേറെ എന്ന് പറഞ്ഞിട്ട് ബേസിക്കലി ഒരു 8 പല മെറ്റീരിയലുകളിൽ നിന്ന് മിക്സ് ആൻഡ് മാച്ച് ചെയ്താണ് ഇത് സെറ്റ് ചെയ്തത്. ആൻഡ് ഇതിനൊക്കെ നമുക്ക് മാച്ചിങ് മെറ്റീരിയൽ കിട്ടാൻ വേണ്ടി ഒരുപാട് നേരം ഈ വീഡിയോയിൽ ഇപ്പോൾ കാണുന്ന ശ്രീകുട്ടൻ എന്ന് പറഞ്ഞ ചേട്ടനും പിന്നെ വേറെ 2-3 ചേച്ചിമാരൊക്കെ കഷ്ടപ്പെട്ട് ഒരുപാട് മണിക്കൂർ നടക്കായിരുന്നു കേട്ടോ. ഇതൊക്കെ നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാവുന്ന കുറേയൊക്കെ സന്ധ്യവല്ലമ്മയുടെ ഐഡിയ ആയിരുന്നു കേട്ടോ. സന്ധ്യവല്ലമ്മ സ്കൂൾ ചേച്ചിയുടെ ഇങ്ങനെ ചേച്ചിയുടെ അമ്മ ഈ വീഡിയോയിൽ ഇപ്പോൾ കാണാനല്ലേ. വല്യമ്മ ഇപ്പോൾ ഒരു ബിസിനസ് വുമണാണ്, പക്ഷേ പണ്ട് വല്യമ്മ തയ്ക്കുമായിരുന്നു. ആൻഡ് ഇപ്പോഴും വല്യമ്മ ഇടുന്നതും ചേച്ചിമാരിടുന്ന വാവമാരിടുന്നതൊക്കെ വല്യമ്മ ഇടയ്ക്ക് തയ്ക്കാറൊക്കെ ഉണ്ട്. വല്യമ്മയ്ക്ക് ബേസിക്കലി ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ ആ ഐഡിയയിലാണ് നമ്മൾ ഈ മെറ്റീരിയലൊക്കെ എടുത്ത് ബേസിക്കലി സക്സസ്ഫുള്ളായിട്ട് നമ്മുടെ ഡ്രസ്സ് തയ്ച്ച് സെറ്റ് ചെയ്തത്. 15 മണിക്കൂറുകൾക്ക് ശേഷം ഞങ്ങൾ ഡിസൈഡ് ചെയ്തിരിക്കുകയാണ്. എന്താണ് നമ്മുടെ പ്ലാൻ? ഹൽദിക്ക് വേണ്ടി, അജയുടെ ഹൽദിക്ക് വേണ്ടി ഡ്രസ് എടുക്കണം. ഹൽദിക്ക് ഞങ്ങൾ 4 പേസ്റ്റിൽ യെല്ലോ ഷെയ്ഡ്സ് ആണ് പറഞ്ഞേക്കണത്. അപ്പൊ ശരി പാടാണ്. ഞങ്ങള് പാടുവിട്ട് ഇനി എറണാകുളത്ത് നോക്കാൻ സ്ഥലമില്ലാത്ത പോലെ കടകളിൽ കയറി ഇറങ്ങി. നല്ല ഡെഡിക്കേഷൻ. അതെ, ഡെഡിക്കേഷൻ. ഞങ്ങളുടെ വിശ്വാസമില്ലാത്ത ഈ ആൾക്കാരെ ചേട്ടൻ വെയിലത്ത് കാണിക്കാൻ കൊണ്ടുപോകണ്ട. ഓക്കെ, ഞാൻ വരാം. ആ കേട്ടില്ലേ, ഒച്ചയിടില്ലേ? അതാണ് പിള്ളേർ. എക്സ്ക്യൂസ് മീ, ഇത് മതി. അത് മതി. ഇത് മതി. ഇത് കുറച്ചുകൂടെ പച്ചയാണ്. ശരിയാണ്. കൊറേ ഇരിക്കുമ്പോ തോന്നലാണ്. പക്ഷെ കളർ കുറച്ച് സോഫ്റ്റ് മതി. അത് മതി. അത് മതി. ഒബ്രമാളെ കുറിച്ച് വായിക്കാറുണ്ടല്ലോ. ഓക്കെ, 30 വേണം. ഫ്രണ്ട് മാത്രം. അപ്പൊ ഇതും കൈക്കും വേണ്ടേ? കൈക്കും വേണം. അല്ല, ഞാൻ ചോദിക്കണത്, അത് വീതിയുള്ള തുണിയാണെങ്കിൽ, ഒരുപാട് വീതി ഉണ്ടെങ്കിൽ നമ്മൾ ടോപ്പ് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീതി ഉണ്ടാവോ സൈഡിൽ നമുക്ക് കൈക്ക് എടുക്കാൻ? മറിച്ചിടുമ്പോ കിട്ടുമല്ലോ. തികയൂല്ലേ കൈക്ക്? കൈക്കുള്ള അത്രയായി. ഇതൊന്ന് അങ്ങനെയാണെങ്കിൽ 1.30 വെച്ചിട്ട് എടുക്കുമ്പോ കുറച്ചും കൂടെ അധികം എടുത്താൽ മതി. ഇച്ചിരി കൂടെ അധികം എടുത്താൽ മതിയാവും. ഇതാ മണിക്കൂറുകളുടെ അംഗത്തിന് ശേഷം, മണിക്കൂറുകളുടെ അംഗത്തിന് ശേഷം ഞങ്ങള് ഇതിൽ കാണാൻ ഇച്ചിരി പാസ്റ്റൽ ഗ്രീൻ പോലെ ഉണ്ടെങ്കിലും പാസ്റ്റൽ യെല്ലോയിൽ
ഞങ്ങൾ ഒരു 14 മെറ്റീരിയൽ ലൈനിങ്ങിനും പാൻറ്റിനും ബാക്കിനും ടോപ്പിനും ഷോളിനൊക്കെ എടുത്ത് ഇവിടെ അംഗം അവസാനിപ്പിക്കുകയാണ് ഗൈസ്. ഓക്കെ എവരിബഡി, നമ്മളിതാ ഷോപ്പിങ്ങിന് ശേഷം വിജയകരമായി നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. ബൈ ബൈ. ഓക്കെ. അപ്പോൾ ഹൽദിക്ക് ഞങ്ങൾ മെറ്റീരിയലൊക്കെ എടുത്ത് ഗുഡ്വില്ലിൽ നിന്ന് ഇറങ്ങി. ഇനി തയ്പ്പിക്കാൻ കൊടുക്കണ്ടേ? അതിന് ശ്രീശൈലാണ് കേട്ടോ വന്നേക്കുന്നത്. കുറേ വർഷങ്ങൾ കൊണ്ട് ഞാൻ കണ്ടുപിടിച്ച എൻ്റെ ഒരു ട്രസ്റ്റഡ് ടൈലർ ആണ് ശ്രീലക്ഷ്മി. ശ്രീഷ എന്നാണ്, പറൂരാണ് കേട്ടോ. ഇത് അടിപൊളിയാണ്, ഒരുപാട് പേർക്ക് ഓൾറെഡി അറിയാം ഐ ഗസ്. പിന്നെ നമ്മൾ ലുക്സൊക്കെ ആക്സസറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗുഡ്വില്ലും പോയിട്ടുണ്ടായി. നമ്മുടെ ഇത് എടുത്തോ മോനെ. ഹലോ എവരിബഡി ഹൂസ് വാച്ചിങ്. ഞങ്ങളിവിടെ വന്നിട്ട് 3 മണിക്കൂർ. അച്ഛൻ എക്സ്ട്രീംലി ടയർഡ്, പാവമാണ്. എവരിബഡി ഈസ് ലിറ്റിൽ ടു ടയർഡ്. അങ്ങനെ കല്യാണത്തിൻ്റെ തൊട്ട് മുന്നത്തെ ആഴ്ചയിലോട്ട് എത്തിയേ. ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഞങ്ങൾ ശ്രീഷ അടുത്ത് പോയിരുന്നു. എൻ്റെ വേറെ ഏതോ വ്ളോഗിലൊക്കെ ഉണ്ട് ഞാനും നന്ദയും വന്ന് ശ്രീഷ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ ആയിട്ട്. ആ സമയത്ത് ചേട്ടൻ്റെ കല്യാണവും പിന്നെ ജിസ്ലിൻ്റെ കല്യാണവും അതിന് തൊട്ട് മുന്നത്തെ ആഴ്ച ഞങ്ങൾക്ക് 1-2 സെക്കൻഡ് കസിൻസിൻ്റെ കല്യാണമൊക്കെ ആയിട്ട് കുറേ പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ ദേ ഞങ്ങളുടെ ഹൽദി ഡ്രസ്സും സംഗീത ഡ്രസ്സും വെഡിങ്ങിൻ്റെ ബ്ലൗസൊക്കെ സെറ്റായിട്ടോ. ഇപ്പോൾ ഇവിടെ കല്യാണത്തിന് 4 ദിവസം മുന്നേ ഞങ്ങൾ കംപ്ലീറ്റ് ആക്ച്വലി ഞങ്ങളിപ്പോൾ വേറൊരു റിസപ്ഷന് പോയിട്ട് വരാം. എൻ്റെ ഒരു സെക്കൻഡ് കസിൻ്റെ കല്യാണ റിസപ്ഷൻ കഴിഞ്ഞിട്ട് വരാം. അതാണ് ഞാനും അമ്മച്ചി ഇച്ചിരി ഡ്രസ്ഡപ്പാണ്. എന്നിട്ട് ഇപ്പോൾ കംപ്ലീറ്റ് തയ്ക്കാൻ കൊടുത്ത സാധനങ്ങൾ നമ്മൾ ഇട്ട് നോക്കി ഓൾട്ടർ ചെയ്യുന്നതിൻ്റെ പ്രോസസ്സിലാണ്. എവറിത്തിങ്സ് ടേൺഡ് ഔട്ട് പ്രിറ്റി നൈസ്. വി ആർ വെരി എക്സൈറ്റഡ്. യാ എക്സൈറ്റഡ്. ലുക്ക് അറ്റ് അമ്മച്ചി, ഗോർജസ്. ഈ എക്സ്ട്രീംലി ഗോർജസ് ലുക്കിംഗ് ബ്ലൗസസ് എൻ്റെ അടുത്ത് ആക്ച്വലി പലരും ചോദിച്ചിട്ടുണ്ട് അബൌട്ട് ദി ഗോർജസ് ബ്ലൗസസ് മീ ആൻഡ് അമ്മച്ചി വെയർ. എവറിത്തിങ് ഈസ് ഫ്രം ശ്രീഷ, ഇസ് ഗോർജസ്. ഇതൊക്കെ ഇവിടെ ചെയ്തിട്ടേക്കുന്നതാണ് കേട്ടോ. സോ ദാറ്റ്സ് ദാറ്റ്. ഓക്കെ ബൈ.